നമ്മളെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ വീഴാതെ ഓടുന്നവനെക്കാളും വീഴുമ്പോൾ എഴിച്ച് ഓടുന്നവനാണ് ഓട്ടക്കാരൻ. വീഴാതെ ഓടാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ വീഴതിന് ശേഷം എഴിച്ചോടുക അവനാണ് ഓട്ടക്കാരനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ് കിടക്കുന്ന കുട്ടികളെയും ഉയർത്തുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രചോദനം രക്ഷകർത്താക്കളും അധ്യാപകരും കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ദിനം നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. അതില് എന്നെ ഇവിടെ അനുവദിച്ച ഈ ഉദ്ഘാടന കർമ്മത്തിന് ക്ഷണിച്ച എല്ലാവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രവേശനോത്സവം നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. പ്രവേശനം നേടിയ ഈ അധ്യയന വർഷത്തിൽ 1ാം ക്ലാസ്സിൽ ആദ്യമായി പ്രവേശനം നേടിയ ഈ അധ്യയന വർഷം നമ്മൾ ആരംഭിക്കുന്നത്. അമൃതേഷ് വേദിയിലേക്ക് വരണം. അടുത്തതായി 1ാം ക്ലാസ്സിൽ രണ്ടാമതായി ബഹുമാന്യായ ഈ പ്രവേശനോത്സവത്തിൻ്റെ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ഈ സ്കൂളിലെ PTA പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എൻ്റെ സുഹൃത്ത് ശ്രീ സന്തോഷ് കുമാർ, ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം നടത്തി DRC കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള സന്ധി ടീച്ചർ ഉൾപ്പെടെയുള്ള അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷകർത്തൃ സുഹൃത്തുക്കളെ, എൻ്റെ കൊച്ചു കൂട്ടുകാർ. അപ്പോൾ ഇന്ന് പുതുതായി ഒരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സംസ്ഥാനതല പ്രവേശനോദ്ഘാടനം എറണാകുളം ജില്ലയിൽ കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് നമ്മുടെ സ്കൂളുകളിലെല്ലാം ഇന്ന് പ്രവേശനോത്സവം ഇത്തരത്തിൽ വിപുലമായി സംഘടിപ്പിച്ചു വരുന്നത്. കഴിയുന്ന മുഴുവൻ സഹായവും അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിന് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ഇപ്പോഴും ചെയ്തു വരികയാണ്. അപ്പോൾ നമുക്കുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് ധാരാളം കുട്ടികളുണ്ട്, പക്ഷേ സ്ഥലപരിമിതി ഒരു വലിയ പ്രശ്നമായി നമ്മുടെ ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഗ്രാമപരിമിതിക്ക് പരിഹാരം കാണുവാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട്. എന്നാലും അതിൻ്റേതായ കുറേ പരിശ്രമങ്ങൾ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് ധാരാളം കുട്ടികളുണ്ട്. നമുക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് കഴിഞ്ഞ 8 വർഷമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തെ സംബന്ധിച്ച് നമുക്ക് നന്നായി അറിയാം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിദ്യാഭ്യാസ മേഖലയിൽ നല്ല ഇടപെടലാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെ നേരത്തെ ഇവിടെ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ MKM ഹയർ സെക്കൻഡറി സ്കൂളായാലും ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളായാലും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യവും സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് ഞാൻ ഈ ഗ്രാമസഭകളിലൊക്കെ നമ്മുടെ വാർഡുകളിലെ ഗ്രാമസഭകളിലൊക്കെ പോകുമ്പോൾ 7ാം ക്ലാസ് കഴിഞ്ഞാൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി രക്ഷകർത്താക്കൾ തിരഞ്ഞെടുക്കുന്ന സ്കൂളുകളെന്ന് പറയുന്ന സ്വകാര്യ സ്കൂളുകളെയൊക്കെയാണ് ആശ്രയിക്കുന്നത്. ഇത്രയും അടിസ്ഥാന സൗകര്യ വികസനമുള്ള നമ്മുടെ ധനവിദ്യുത സ്കൂളുകളിലേക്ക് ഈ കുട്ടികളെ, നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്തെ കുട്ടികളെ അയച്ചു കഴിഞ്ഞാൽ നന്നായി നമുക്ക് ഈ സ്കൂളുകളെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ റിസൾട്ടിൻ്റെ കാര്യം പറഞ്ഞു. MKM ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLCക്ക് ഈ വർഷം 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ 83 കുട്ടികളിൽ 20 പേർക്ക് ഫുൾ A+ കിട്ടുന്ന ഒരവസ്ഥയുണ്ടായി. നല്ല റിസൾട്ടാണ്. 100% വിജയം കഴിഞ്ഞ കുറേ കാലമായി 100%മാണ്. ചില രക്ഷകർത്താക്കൾക്ക് ചില ആശങ്കയുണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായി ഗ്രാമപഞ്ചായത്തിൻ്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ ഇടപെടലിൻ്റെ ഭാഗമായി ധനുവച്ചുരം കേന്ദ്രീകരിച്ചുള്ള സ്കൂളുകളിലൊന്നും സമരമില്ലാത്തൊരു പ്രദേശമായി നമ്മുടെ ധനുവച്ചുരത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിൻ്റേതായ മാറ്റം ആ സ്കൂളുകളിൽ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ റിസൾട്ടിൻ്റെ കാര്യത്തിലുണ്ട്. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, പിന്നെ ഓരോ വിഭാഗത്തിനും പ്രത്യേകിച്ചുള്ള ലാബ് സംവിധാനങ്ങൾ, കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ, ടോയ്ലറ്റ് സംവിധാനങ്ങൾ, അതുപോലെ രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് 2 കെട്ടിടം ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ MLAയുടെ ഇടപെടലിൻ്റെ ഭാഗമായി നമുക്ക് അനുവദിച്ചത്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഇത്രയും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യ നിലവാരമുള്ള, റിസൾട്ടിൻ്റെ കാര്യത്തിൽ നിലവാരമുള്ള നമ്മുടെ സ്കൂളുകളിലേക്ക് നമ്മുടെ ഈ പഞ്ചായത്ത് പ്രദേശത്ത് തന്നെ കുട്ടികളെ അയക്കാത്തതിൻ്റെ കാരണം എന്തെന്നാണ് മനസ്സിലാവുന്നത്. യാത്രാ ക്ലച്ചത്തിൻ്റെ പ്രശ്നമൊക്കെ പറയുന്നുണ്ട്. അതിന് പരിഹാരം കാണാൻ വേണ്ടി നമ്മൾ ഗ്രാമവണ്ടി അറേഞ്ച് ചെയ്ത് സ്വന്തമായി പഞ്ചായത്തിൻ്റെ ചെലവിൽ തന്നെ ഗ്രാമവണ്ടി നമ്മളിപ്പോൾ ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഗ്രാമവണ്ടി നമ്മൾ വിഭാവനം ചെയ്ത് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. ിന് വേണ്ടിയുള്ള ശ്രമം വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിരുന്നു.
അത്തരത്തിൽ എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടാണ് ഈ അധ്യയന വർഷം ആരംഭിക്കുന്നത്. ഒരു വർഷക്കാലം നല്ലൊരു വിജയം സമ്മാനിച്ച കഴിഞ്ഞ വർഷത്തെ കൂട്ടുകാരിൽ പലരും ഇവിടെ ഉണ്ട്. അവരെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ വിദ്യാലയത്തെ ഉയർത്തുന്നതിന് വേണ്ടി മുന്നോട്ടുള്ള പ്രയാണത്തിന് സഹായിക്കുന്നത് അധ്യാപക രക്ഷാകർതൃ സമിതിയാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റും പഴയ ഒരു പാഠശാലയുടേതായ എല്ലാ കെട്ടും മട്ടുമുള്ളതാണ്. ആധുനിക സംവിധാനങ്ങൾ ഏറെ എത്തിയെങ്കിലും നമ്മുടെ വിദ്യാലയം വിവിധ മരങ്ങളും വ്യത്യസ്തങ്ങളായ ജീവജാലങ്ങളും അടങ്ങിയ ഒരു പ്രത്യേക പാഠശാലയായി തന്നെ ഇതിന്നും നിലകൊള്ളുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ പരിപാലിക്കാൻ ഇന്നലെ തന്നെ രാവിലെ ആകുമ്പോൾ ഈ പ്രദേശത്തെ രക്ഷിതാക്കളെല്ലാം കൂടെ വന്ന് PTA നേതൃത്വത്തിൽ വളരെ മനോഹരമായി ഈ മുറ്റം മാറ്റി. അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ഈ വിദ്യാലയത്തിന്റെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഓരോ വർഷം കഴിയുന്നതോറും ആദ്യം നമ്മുടെ ഈ പ്രവേശനോത്സവത്തിൻ്റെ ഔദ്യോഗികമായ നിലവിളക്കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി താണ്ടുപിള്ളയെ ക്ഷണിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിന് പൂച്ചെണ്ട് നൽകി ആദരിക്കാൻ വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. ഈ മക്കളുമായി സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ PG സുരേഷ്, ഇവിടെ സീനിയറായിട്ടുള്ള സീനിയർ ജയപ്രഭ ടീച്ചർ, ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയും ഏത് പരിപാടിക്കും നമ്മളോടൊപ്പം സഹകരിക്കുന്ന ഹെച്ചുമായിരുന്നു. അവർ ഉൾപ്പെടെ വേദിയുടെ സദസ്സിലുമുള്ള ബഹുമാനീയരെ, സുഹൃത്തുക്കളെ, ഇന്ന് 40 ലക്ഷം കുട്ടികളാണ് പുതിയതായും അല്ലാതെയും സംസ്ഥാനത്ത് സ്കൂളുകളിലെത്തുന്നത്. 1-ാം ക്ലാസ്സിൽ ഇപ്പോൾ മഞ്ചോള സ്കൂളിൽ പ്രവേശനോത്സവത്തിന് പോയപ്പോൾ 40 കുട്ടികൾ 1-ാം ക്ലാസ്സിൽ അവിടെ ചേർന്നിട്ടുണ്ട്. 40. ഇപ്പോൾ മൈലച്ചേർ സ്കൂളിൽ പോയപ്പോൾ 18 കുട്ടികൾ പുതുതായി 1-ാം ക്ലാസ്സിൽ എത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ 1-ാം ക്ലാസ്സിൽ കുട്ടികളെ ചേർക്കണം എന്ന ഒരു പൊതുധാരണ സമൂഹത്തിൻ്റെ ഇടയിൽ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ കുട്ടികളെ ഗവൺമെന്റ് സ്കൂളുകളിൽ ചേർക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകുന്നത് എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ച് ഇപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി സംസ്ഥാനതല ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇവിടെ സ്ക്രീനിൽ അതെല്ലാം കാണിച്ചിട്ടുണ്ട്. കേരളം വിദ്യാഭ്യാസത്തിൽ എന്തുകൊണ്ടും ഒന്നാമതെന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ നീതി ആയോഗ് മാത്രമല്ല യൂണിസെഫ് ഉൾപ്പെടെ ഉള്ള പഠനങ്ങളിൽ കേരളത്തിന് 1-ാം സ്ഥാനമാണ്. ഇത് നമുക്ക് നേടിത്തരുന്നത് കേരളത്തിന്റെ ഒരു പൊതു കാഴ്ചപ്പാട്, എല്ലാവരും ഒരേ മനസ്സായി, അതിന് അധ്യാപകരുണ്ട്, രക്ഷകർത്താക്കളുണ്ട്, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളുണ്ട്, PTA ഉണ്ട്,
വിദ്യാർത്ഥി സമൂഹം എല്ലാവരും ഒരേ മനസ്സായി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ നേട്ടം കൊയ്യാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അഭിമാനിക്കാവുന്നുള്ളത്, അഭിനന്ദിക്കാവുന്നുള്ളത്, കഴിഞ്ഞ +2 പരീക്ഷയിൽ ഹയർ സെക്കൻഡറി തലത്തിൽ 1200-ൽ 1196 മാർക്ക്, 4 മാർക്കിന്റെ കുറവേ ഉള്ളൂ. ഏഞ്ചൽ ബാബു വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടല്ലോ, വന്നിട്ടുണ്ടല്ലേ? സ്റ്റേജ് ഇങ്ങോട്ട് ഇവിടെ ഡൈസിൽ ഇരുത്തേണ്ട ഇവരെയൊക്കെ. അതുപോലെ ജിത്തു കൊമേഴ്സിൽ 1200-ൽ 8 മാർക്കിന്റെ കുറവേ ഉള്ളൂ, 1190 ഡൈസിലോട്ട് വരിക. ഏഞ്ചൽ ബാബു. അപ്പോ ഇത് റാങ്ക് നിശ്ചയിക്കുന്ന സമയമായിരുന്നെങ്കിൽ അതുപോലെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവരുടെ ഇടപെട്ടിട്ടുള്ള അധ്യാപകരുണ്ട്. ഇവർക്കെല്ലാം ഈ വേളയിൽ നമ്മളിന്ന് പ്രവേശന ഉത്സവമാണ്. ഒരു കാലഘട്ടത്തിൽ പ്രവേശനവുമില്ല, ഉത്സവമില്ലായിരുന്ന കാലം ഉണ്ടായിരുന്നു. നിങ്ങൾ നമ്മുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറുടെ ആത്മകഥ വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, എനിക്ക് പോലും എന്റെ ചങ്ങാതിമാരായ കുട്ടികളോട് ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കാൻ പറ്റാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത്ര കണ്ട് ജാതി വിവേചനം, അന്ന് വിദ്യ എന്ന് പറയുന്നത് വരേണ്യവർഗത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ സമ്പന്നന്റെ കുട്ടികൾ മാത്രം പഠിച്ചാൽ മതിയെന്ന് അലിഖിതമായ നിയമമുണ്ടായിരുന്ന കാലം. ആ കാലഘട്ടത്തിൽ നിന്നും എത്രയോ മാറിക്കൊണ്ടാണ് നാം ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചത് എന്നുള്ളതാണ്. 957 അധികാരത്തിൽ വന്ന ഒന്നാമത്തെ ഗവൺമെന്റ് കേരളത്തിൽ EMSന്റെ ഗവൺമെന്റാണ് വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കി ഇന്ത്യയിൽ ആദ്യമായി പ്രഖ്യാപിച്ചത്. വിദ്യാഭ്യാസം സൗജന്യവും ഭരണഘടനയിൽ എഴുതി വെച്ചത് കൊണ്ട് മാത്രമല്ല, നടപ്പിലാക്കണം. അത് കേരളത്തിലാണ്. ഈ പട്ടികജാതിക്കാരൻ, പട്ടികവർഗക്കാരൻ, താഴ്ജാതിക്കാരൻ അവരുടെ വീട്ടിൽ വരുന്ന മക്കൾക്ക് ലംസം ഗ്രാന്റ് അഥവാ സ്റ്റൈപൻഡ് ഇന്ത്യയിൽ ആദ്യമായി പ്രഖ്യാപിച്ചത്, നടപ്പിലാക്കിയത് ഈ കേരളത്തിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ നിന്ന് പോലും IAS-കാരുണ്ടായത്, IPS-കാരുണ്ടായത്, MBBS-കാരുണ്ടായത്, എഞ്ചിനീയറിംഗ് ഉണ്ടായത്, മറ്റ് ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. നിങ്ങൾ നോക്ക്, ഊരിട്ടമ്പലം സ്കൂളിലേക്ക് നിങ്ങൾ പോയാൽ ആ ഊരിട്ടമ്പലം സ്കൂളിനകത്തൊരു കണ്ണാടിക്കൂട്ടിൽ ഒരു ബെഞ്ച് കരിഞ്ഞു കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. മഹാനായ അയ്യങ്കാളി പഞ്ചമി എന്ന് പറയുന്ന പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് അന്ന് പട്ടികജാതിക്കാരന്റെ മക്കൾക്ക് സ്കൂളിൽ പഠിക്കാൻ അവസരം നിശ്ചയിച്ചിരുന്ന കാലഘട്ടത്തിൽ അയ്യങ്കാളി സ്കൂളിലേക്ക് കുട്ടിയും കൊണ്ട് മാർച്ച് ചെയ്തു. അവിടുത്തെ ചട്ടമ്പിമാർ യോഗം ചേർന്നുകൊണ്ട് അയ്യങ്കാളിയോട് ഏറ്റുമുട്ടി ആഴ്ചകളോടും അവിടെ മർദ്ദനവും ഏറ്റുമുട്ടലും ഉണ്ടായി. അയ്യങ്കാളി വിട്ടില്ല. ഈ മാറമ്പി തമ്പ്രാവക്കന്മാർ വിചാരിച്ചു അയ്യങ്കാളിയോട് കായികമായി ഏറ്റുമുട്ടാൻ കഴിയില്ല, അതുകൊണ്ട് സ്കൂളിൽ പ്രവേശനം അനുവദിച്ചു. ആ ഉരുട്ടമ്പലം സ്കൂളിന്റെ പുറകേറ്റത്ത് സ്ഥാപിച്ചിരുന്ന ബെഞ്ചിൽ ഒറ്റയ്ക്ക് ഈ പഞ്ചമിയെ ഇരുത്തി. വൈകുന്നേരം സ്കൂളെല്ലാം വിട്ട് എല്ലാ കുട്ടികളും പോയപ്പോൾ ഈ മാറമ്പി തമ്പ്രാക്കന്മാർ വീണ്ടും യോഗം ചേർന്നു തീരുമാനിച്ചു, നമ്മുടെ സ്കൂളിന് അയിത്തമായി, നമ്മുടെ കുട്ടികൾക്ക് അയിത്തമായി, ഇത് അനുവദിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ആ സ്കൂളിനെ അങ്ങ് തീയിട്ട് കളയാം. അങ്ങനെ ആ സ്കൂളിനെ തീയിട്ടു. ഊരിട്ടമ്പലം സ്കൂൾ, UP സ്കൂൾ. ആ സ്കൂളിലെ എല്ലാം ബന്ധെറിഞ്ഞിട്ടും ഈ പഞ്ചമിയിരുന്ന ബെഞ്ച് പൂർണ്ണമായി നശിച്ചില്ല. ആ ബെഞ്ചിന്ന് ചരിത്ര സ്മാരകമായി കണ്ണാടിക്കൂട്ടിലിട്ട് അവിടെ വച്ചിരിക്കുന്നു. മാത്രമല്ല ആ സ്കൂളിന്റെ പേര് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂളായി നാമകരണം ചെയ്തു എന്നുള്ളതാണ്. അയ്യങ്കാളിയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു, എന്റെ കുട്ടികളെ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ ഈ കണ്ണായ കാണുന്ന സ്ഥലത്തെ ഈ പാടങ്ങളിൽ നെല്ലിന് പകരം പുല്ല് മുളയ്ക്കും, ഞങ്ങളെ സ്ത്രീകൾ വയലിലിറങ്ങൂല, ഞങ്ങളുടെ കൃഷിക്കാർ വയലിലിറങ്ങൂല എന്ന് സ്വാതന്ത്ര്യ സമരത്തിനും എത്രയോ നാൾക്ക് മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു പണിമുടക്ക് പ്രഖ്യാപിച്ചത് മഹാനായ അയ്യങ്കാളി എന്നാണ്. ഞാൻ സൂചിപ്പിച്ചത് എത്ര കണ്ട് കെട്ടപ്പാടാണ് അന്ന് വിദ്യാഭ്യാസത്തിലേക്ക് വേണ്ടി. ഇന്ന് ധനുച്ചപുരത്തെ ഏതെങ്കിലും ഒരു പ്രദേശത്ത്, കൊല്ലയിൽ പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി സ്കൂളിൽ പോയില്ലെങ്കിൽ എന്തേ നിങ്ങളുടെ വീട്ടിലെ കുട്ടി സ്കൂളിൽ നിന്ന് പോകാത്തതെന്ന് ചോദിക്കാൻ അയൽവാസിയുണ്ട്.
ഗ്രാമപഞ്ചായത്ത് മെമ്പറുണ്ട്, PT ഉണ്ട്, അധ്യാപകർ അങ്ങോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് പരിഹരിക്കാം. അങ്ങനെ ഇന്ന് വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികമാക്കിയതോടുകൂടി എല്ലാവർക്കും വിദ്യാഭ്യസിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. നമ്മളെ MLA സംബന്ധിച്ച് ഈ പ്രദേശത്ത് ഇപ്പോ 24 ഹയർ സെക്കൻഡറി സ്കൂളാണ് പാറശാല മണ്ഡലത്തിലുള്ളത്. ഹൈസ്കൂളും ഹയർ സെക്കൻഡറി എല്ലാം കൂടി 24 ഉണ്ട്. അതിൽ കണക്കെടുക്കുമ്പോൾ 23-ലും 100% വിജയമാണ്. ഒരു സ്കൂളിൽ ഒരു ഇംപ്രൂവ്മെന്റ് പരീക്ഷ കൂടി കഴിഞ്ഞ് റിസൾട്ട് വന്നാൽ 24-ലും 100% വിജയം പാറശാല മണ്ഡലത്തിൽ. ഇപ്പോ സൂര്യകാന്തി പ്രോഗ്രാം 20-15-ന് 20-ന് ഇടയ്ക്ക് അമ്പൂരി സ്കൂളിലാണ്. നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടി കാണുമല്ലോ, അമ്പൂരി സ്കൂളിലാണ്. അതിന്റെ സംഘാടക സമിതിയിൽ ഞാൻ പോയിരുന്നു എന്നുള്ളത്. നിങ്ങൾ കാരക്കുളത്ത് പോയാൽ 1.5 കോടി രൂപ മുടക്കി MLA മനോഹരമായ ഒരു കെട്ടിടം സ്ഥാപിച്ച് അവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവിടെ ഒരു ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിലിമിനറി കോച്ചിങ് സെന്റർ. MLAക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്, എന്തെന്നറിയോ? അംഗനവാടി മുതൽ IAS വരെ നമ്മളെ കുട്ടികളെ വാർത്തെടുക്കുക. IAS എന്ന് പറഞ്ഞാൽ IPS ഉണ്ട്, IAS ഉണ്ട്, IFS ഉണ്ട്, KAS ഉണ്ട് തുടങ്ങിയിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കുന്നതിലേക്ക് വേണ്ടി 8, 9, 10 തുടങ്ങിയ ക്ലാസുകളിൽ നിന്നും ഒരു വർഷം 60 കുട്ടികളെ സെലക്ട് ചെയ്യുകയാണ്. ഒരു ടാലന്റ് പരീക്ഷ അല്ലേ, അതിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ ഈ സൂചിപ്പിച്ചത് ഇവിടെ അത്യുന്നത വിജയം നേടിയിട്ടുള്ള കുട്ടികൾ, നിങ്ങൾക്കൊരു ലക്ഷ്യം സിവിൽ സർവീസ് ആയിരിക്കും. നിങ്ങൾ സിവിൽ സർവീസിലേക്ക് പോയിക്കൊണ്ട് നിങ്ങൾ ഈ നാടിന്റെ അഭിമാനം അത്യുച്ചത്തിൽ വരുത്തുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനവും പഠിത്തവും നിങ്ങൾ ഉണ്ടാകട്ടെ. അതോടൊപ്പം നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്ത് ഇപ്പൊ നമുക്ക് 20A+ അല്ലേ സാർ? 20 അല്ലേ? 20A+. ചെറിയ കാര്യമല്ല, മനസ്സിലായില്ലേ? ഞാനന്ന് 10E-ലാണ് SSLC ജയിച്ചത്. 4 പേരെ ജയിച്ചിട്ടുള്ളൂ. 1974 4 പേർ ജയിച്ചു. ടീച്ചറെ, നമുക്കെല്ലാം വലിയ സ്വീകരണമാണെന്ന്. SSLC ജയിച്ചവർക്ക് സ്വീകരണം എന്താ? 4 പേർ ജയിച്ചാൽ അന്ന് 17 പേരെ ജയിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അന്ന് നമുക്കെന്നുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലെന്ന് ഈ മരത്തിന്റെ മുട്ടിലൊക്കെയാണ് കൊണ്ടിരുത്തി പഠിപ്പിക്കുന്നത് അന്ന്. ഇന്ന് എനിക്കും ഏതെങ്കിലും ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം, മനസ്സിലായില്ലേ? ആഗ്രഹിക്കുന്നതിന് വല്ല ടാക്സ് വല്ലതും അടയ്ക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ. ആഗ്രഹിച്ചൂടെ? അത്ര കണ്ട് സൗകര്യമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിങ്ങളെ ഓരോ പിള്ളേരെയും ഓരോ കുട്ടികളെയും പഠിക്കുന്നതിലേക്ക് വേണ്ടി പഠിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. എല്ലാ സ്കൂളുകളും ഹൈടെക് ആവുകയാണ്. എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കിക്കൊണ്ട് ഒരു പുതിയ വിദ്യാഭ്യാസ നയം ഈ കേരളത്തിൽ വരുമ്പോൾ നമുക്ക് ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കാൻ ചില കോണുകളിൽ നിന്നും ചില ഭരണകർത്താക്കളിൽ നിന്നും ഇടപെടലുകൾ വരുമ്പോൾ യഥാർത്ഥ ചരിത്രവും നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിലേക്ക് വേണ്ടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൊതുസമൂഹവും ജാഗ്രതയോടെ ഇരിക്കേണ്ട കാലം എന്നുള്ളതാണ്. 1948 ജനുവരി മാസം 30-ാം തീയതി ബിർള ഹൗസിന്റെ പ്രാർത്ഥനാലയത്തിൽ നിന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ വെടിയേറ്റ് പിടഞ്ഞു വീണ് മരിച്ച മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. ആ രാഷ്ട്രപിതാവിനെ ലോകം അറിയുന്നത് ഒരു സിനിമയിലൂടെ എന്ന് പോലും നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളെ പ്രചോദിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഭരണാധികാരികളോട് അവർ ആ കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. അപ്പോ യഥാർത്ഥ ചരിത്രം നമ്മെ പഠിപ്പിക്കാനും നമ്മളാക്കിയ നവോത്ഥാന നായകന്മാർ മഹാരാജ അയ്യങ്കാളിയും അതുപോലെ ശ്രീനാരായണ ഗുരുവും അയ്യാ വൈകുണ്ഠസ്വാമിയും തുടങ്ങിയിട്ടുള്ള ചട്ടമ്പി സ്വാമികളും തുടങ്ങിയിട്ടുള്ള നവോത്ഥാന നായകന്മാർ ഒഴുകുമറിച്ച മണ്ണിലൂടെയാണ് നമുക്ക് കടന്നു വരാനും നമുക്കിന്ന് ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷം. ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച വിവേകാനന്ദൻ ഇന്ന് വന്നിരുന്നെങ്കിൽ അദ്ദേഹം ഇതൊരു ശാന്താലയം എന്ന് പറയുമായിരുന്നു. അതിലേക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരും വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഞാനും ഇന്ന് വിദ്യാഭ്യസിക്കാനും അഭ്യസിപ്പിക്കാനും ഇവിടെ കടന്നുകൂട്ടിയിട്ടുള്ളത്. അടുത്ത വർഷവും കൂടുതൽ നേട്ടം ഈ സ്കൂളിൽ ഉണ്ടാകട്ടെ. അതിലേക്ക് വേണ്ടി ത്രിതല പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ
സംഭാവനയും എല്ലാ വിലപ്പെട്ട സഹകരണങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്പം വൈദ്യുതിയിൽ ക്ഷമിക്കുക. ഈ മഹത്തായ സമ്മേളനം നിങ്ങളുടെ അനുഭവത്തോടുകൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ. സ്കൂൾ ഫസ്റ്റ് നേടി 1200-ല് 1196 മാർക്ക് നേടി സ്കൂളിന്റെ അഭിമാനമായി മാറിയ ഏഞ്ചൽ ബാബു PM. അതുപോലെ കോമേഴ്സ് വിഭാഗത്തിന് 92 മാർക്ക് മേടിച്ച ശ്രീജിത്തു SP. അടുത്തതായി സ്റ്റെഫി DS. ആവണി MA. മൊമെന്റം ഏറ്റുവാങ്ങാനായി മുന്നോട്ട് വരേണ്ടതാണ്. USS കിട്ടിയിട്ടുള്ളത് അതിൽ ഒരു കുട്ടി നമ്മുടെ സ്കൂളിൽ നിന്ന് 83 കുട്ടികൾ 10ാം ക്ലാസ്സിലെ SLC പരീക്ഷ എഴുതി. അതിൽ അശ്വിൻ CM, ഗൗതമി S, BS, നിധി, അക്സ S, ജിയോ റൂബൻ, FS അഫിദ F. അപർണ SB, സാനിയ, ആര്യ, അജയ്, അഭിരാഗ് 9A+ നേടിയ കുട്ടികൾ പ്രിയങ്ക B, നജ്മ നിയാസ്. അടുത്തതായി നന്ദ PR. വർഷ VB. അടുത്തതായി 5 അവന്യ SS, SJ, സൂര്യദേവ് S. അടുത്തതായി ശ്രുതി SS. ഉദ്ഘാടന ചടങ്ങിൻ്റെ വേദിയിൽ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ TT സുരേഷ്, ഉദ്ഘാടകനായി എത്താമെന്ന് അറിയിച്ചിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ താണുപിള്ള, ബ്ലോക്ക് മെമ്പർ ശ്രീ പത്മകുമാർ, നമ്മുടെ സ്കൂളിൻ്റെ SMC ചെയർമാനും ഈ വാർഡിൻ്റെ മെമ്പറുമായ ശ്രീ ബൈജു, നമ്മുടെ സ്കൂളിൻ്റെ HM സജിസ, വൈസ് പ്രസിഡന്റ് ശ്രീ അജി, മറ്റ് PTA അംഗങ്ങളെ, രക്ഷകർത്താക്കളെ, അധ്യാപകരെ, പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ ഇന്ന് 2024-25 വർഷത്തെ നമ്മുടെ സ്കൂളിൻ്റെ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് എല്ലാവരും കൂടിയിരിക്കുന്നത്. നമ്മുടെ സ്കൂളിലെ -2 മുതൽ, അതായത് നഴ്സറി മുതൽ +2 വരെയുള്ള കുട്ടികൾ പുതിയ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ പ്രവേശനോത്സവവും, ഒപ്പം നവാഗതരായ കുറേയധികം കുട്ടികൾ നമ്മുടെ സ്കൂളിൽ വന്നിട്ടുണ്ട്. അവരെയും സ്കൂളിലേക്ക്, പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൻ്റെ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങളെയും
നഴ്സറി മുതൽ +2 വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനത്തിലേക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ വർഷം 2023-24 NKM സംബന്ധിച്ചിടത്തോളം ഏറ്റവും എടുത്തു പറയത്തക്ക നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് പാഠ്യപ്രവർത്തനങ്ങളിലായാലും പാഠ്യേതര പ്രവർത്തനങ്ങളിലായാലും ഒപ്പം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലായാലും മറ്റു സ്കൂളുകൾക്കൊപ്പം മികച്ച നിലവാരം പുലർത്തി എന്നത് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ പ്രവേശനോത്സവത്തിലാണ് നമ്മുടെ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും ഞാനത് ഈ അവസരത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ MLA ഫണ്ടിൽ നിന്നും, അതായത് പ്ലാൻ ഫണ്ട്, കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2 കെട്ടിടങ്ങളുടെ HS-ലേക്കും HSS-ലേക്കും 2 കെട്ടിടങ്ങളുടെ പണി ഉദ്ഘാടനം കഴിഞ്ഞതും കഴിഞ്ഞ വർഷമാണ്. അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നുണ്ട്. ഈ വർഷം നമുക്ക് ക്ലാസ് റൂമിൻ്റെ ലഭ്യത കുറച്ച് കൂടുതൽ ലഭിക്കുന്നതായിരിക്കും. മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പാഠ്യപ്രവർത്തനങ്ങൾ ഏറ്റവും എടുത്തു പറയത്തക്കതാണ്. മുൻപാൻ കഴിഞ്ഞു എന്നത്, ഒപ്പം 20 ഫുൾ A+ ലഭിച്ചു എന്നതും സ്കൂൾ തലത്തിൽ എടുത്തു പറയത്തക്ക വിജയമാണ്. ഹയർ സെക്കൻഡറി സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ആദ്യമായി 17 ഫുൾ A+, 8 5 A+ വാങ്ങാൻ കഴിഞ്ഞു എന്നത് നമ്മുടെ നേട്ടങ്ങളിൽ ഏറ്റവും ഒരു പൊൻതൂവൽ കൂടെ ലഭിക്കുന്നു എന്നതും എടുത്തു പറയത്തക്കതാണ്. അതുപോലെ ശാസ്ത്രമേള, വർക്ക് എക്സ്പീരിയൻസ് തുടങ്ങിയവയിലും ഞങ്ങളുടെ കുട്ടികളെ നമുക്ക് സംസ്ഥാന തലം വരെ എത്തിക്കാൻ സാധിച്ചു. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കലാമേളയിൽ നമ്മുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് സംസ്ഥാന തലത്തിലെത്തിയ ആദിത്യൻ, +2 സയൻസിലെ ആദിത്യൻ A ഗ്രേഡോടുകൂടി 1ാം സ്ഥാനവും ഗ്രേസ് മാർക്ക് നേടുകയുണ്ടായി. അതും നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങളിൽ ഒന്നാണ്. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന വളരെ ചേർന്ന ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മുഹമ്മദ് ആസിഫ് ഇന്ന് നമ്മോടൊപ്പമില്ല. മറ്റൊന്ന്, കഴിഞ്ഞ വർഷം SSLC ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് വിജയിച്ച നമ്മുടെ പ്രിയ കൂട്ടുകാരൻ അലൻ. ഈ 2 വിദ്യാർത്ഥികളും നമ്മുടെ നൊമ്പരമാണ്. ഈ ആഘോഷം നടക്കുന്ന ഈ വേളയിൽ നമ്മോടൊപ്പം ഇന്ന് ഉണ്ടാകേണ്ടിയിരുന്ന മുഹമ്മദ് ആസിഫ്, അലൻ എന്നീ വിദ്യാർത്ഥികളുടെ അകാല നിര്യാണത്തിൽ സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ഈ സമ്മേളനം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും ആത്മാക്കൾക്ക് നിത്യശാന്തി നേരുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. അവരുള്ള ആദരസൂചകമായി എല്ലാ വിദ്യാർത്ഥികളും 1 മിനിറ്റ് നിശബ്ദമായി എണീറ്റ് നിന്ന് ആദരം പ്രകടിപ്പിക്കണം എന്നറിയിക്കുന്നു. ഈ പ്രവേശന ഉത്സവ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് എൻ്റെ സുഹൃത്തു കൂടെയായിട്ടുള്ള ശ്രീ TT സുരേഷ്, നിരവധി പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് ആശംസകൾ അർപ്പിച്ചിട്ട് പോയ ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ VS ബിനു അവർകൾ, ഈ പ്രവേശന ഉത്സവം ഉദ്ഘാടനം ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്ന പ്രിയങ്കരനായ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ, നാട്ടുകാരനും ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ശ്രീ D. താണുപിള്ള അവർകൾ, ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേരാം എന്ന് പറഞ്ഞിട്ട് ചില ശാരീരികമായ അസ്വസ്ഥതകൾ കാരണം വരാൻ സാധിക്കാതെ പോയ ഡോക്ടർ NS നവനീത് കുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും മുൻ PTA പ്രസിഡൻറ്റും കൂടിയായിരുന്ന ഈ വാർഡിൻ്റെ മെമ്പർ കൂടെ ആയിട്ടുള്ള ശ്രീ ബൈജു അവർകൾ, പ്രിൻസിപ്പൽ ശ്രീമതി ജയന്തി, ഹെഡ് മാസ്റ്റർ കൃതജ്ഞത അർപ്പിക്കുന്ന ശ്രീ സജികുമാർ സാർ, PTA വൈസ് പ്രസിഡന്റ് ശ്രീ അജി, ഈ സ്കൂളിലെ മുൻ HM കൂടിയായിട്ടുള്ള ജയപ്രഭ ടീച്ചർ, മറ്റു അധ്യാപക സുഹൃത്തുക്കൾ,
രക്ഷകർത്തർ സുഹൃത്തുക്കളെ, പ്രിയമുള്ള കൊച്ചുകൂട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇന്ന് കേരളത്തിൽ പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം ജില്ലയിൽ കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിച്ചു കഴിഞ്ഞു. ജില്ലാതല തലങ്ങളിലും അതുപോലെ തന്നെ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം ചെറുതും വലുതുമായ രീതിയിൽ ഇന്ന് കേരളത്തിലാകെ സംഘടിപ്പിക്കപ്പെടുകയാണ്. 40 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളുകളിലേക്ക് പുതിയ അധ്യയന വർഷത്തേക്ക് കടന്നു വരുന്നത്. അതിൽ 5ാം ക്ലാസ്സിൽ മാത്രം 2.5 ലക്ഷത്തോളം കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നമ്മുടെ സ്കൂളിലും 67 കുട്ടികൾ പുതുതായി വന്നു ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 5ാം ക്ലാസ്സിൽ മാത്രം 34ഓളം കുട്ടികൾ ഇവിടെ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ച് നിങ്ങളെടുത്ത തീരുമാനം, ഈ സ്കൂളിലേക്ക് കടന്നു വരാൻ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് സ്വാഗതാർഹമാണ്. കാരണം നമ്മുടെ ധനുച്ചര എം ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ പൂട്ടിപ്പോകുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിന്ന ഒരു സ്കൂളാണ്. ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഡിവിഷൻ ഹാളൊക്കെ വന്ന് കുട്ടികൾ കുറവായി വന്ന ഒരു അവസ്ഥയിൽ നിന്നും ഈ സ്കൂളിനെ പടിപ്പടിയായി ഉയർത്തിക്കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ മുൻ എച്ച്.എം. ജയപ്രഭ ടീച്ചർ ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതികൾ, ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും കൂടെ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലയിലേക്ക് നമ്മുടെ സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഒരു ഘട്ടത്തിൽ ഈ ധനുവച്ചരം സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ധനുവച്ചരം സ്കൂളും പ്രദേശം എന്ന് പറയുന്നത് എന്നും രാഷ്ട്രീയ